ഓഗസ്റ്റ് 19 വ്യാഴാഴ്ച ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ് 555 എപ്പിസോഡ് ലൈവ്. യാത്രയുമായി ബന്ധപ്പെടുത്തിയുള്ള ആശയക്കുഴപ്പങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര തന്നെയാണ്. ഉദാഹരണത്തിന് ഒരെണ്ണം ഇപ്പോൾ സൂചിപ്പിക്കാം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. പുതിയ വിസ എടുത്ത ആളുകൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളും പറഞ്ഞു GDRFA അപ്രൂവലൊന്നും ഇല്ലാതെ കണ്ട് വരാൻ പറ്റുമെന്ന് ട്രാവൽ ഏജന്റുമാരെ എമിറേറ്റ്സിൽ നിന്ന് അറിയിച്ചു ദുബായ് വിസക്കാർക്ക്, പുതിയ വിസക്കാർക്കെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തന്നെ അങ്ങനെയല്ല, അപ്രൂവൽ വേണമെന്ന് പറയുന്നു. അങ്ങനെ തിരുത്തി. എങ്ങനെയാണ് പുതിയ വിസക്കാർക്ക് GDRFA അപ്രൂവൽ കിട്ടുക? അതിന് തക്ക സിസ്റ്റം ആ സംവിധാനത്തിലുണ്ടോ? സംശയമായി അവശേഷിക്കുന്നു. ഇതാ ഇപ്പോൾ കുറച്ചു മുമ്പ് എമിറേറ്റ്സിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകൻ ഇൻബോക്സിൽ വന്നിട്ട് ഹിഷാം നാസർ തെളിവ് സഹിതം കാണിച്ചുകൊണ്ട് പറയുന്നു, പുതിയ വിസക്കാർക്ക്, അതായത് ഈ വിസക്കാർക്ക്, റെസിഡൻസി വിസക്കാർക്ക്, അവർക്ക് GDRFA അപ്രൂവൽ ഇല്ലാതെ വരാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അവർക്ക് ആ അപ്രൂവൽ കിട്ടുമെന്നുള്ള രൂപത്തിൽ, ഏതായാലും വരാൻ പറ്റുമെന്ന രൂപത്തിൽ അറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഔപചാരികമായിട്ട് ഇതിൻ്റെ ഒരു ഉത്തരവ് ആധികാരികമായിട്ടുള്ള ഏതെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് വരെ നമ്മളൊന്ന് കാത്തിരിക്കണമെന്നാണ് ദുബായ് വാർത്തയ്ക്ക് ഓഗസ്റ്റ് 19 രാത്രിയിൽ പറയാൻ തോന്നുന്നത്. കാരണം ഇങ്ങനെ പുതിയ വിസ എടുത്തിട്ട് തൊഴിൽ അന്വേഷിച്ച് താമസത്തിന് വേണ്ടിയൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആളുകൾ എന്ന്, എപ്പോൾ, എങ്ങനെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഒരാളുടെ പോലും ടിക്കറ്റ് കാശ് നഷ്ടമാകുന്ന സാഹചര്യം, അതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പല വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇക്കാര്യം പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് NCMA പോലുള്ള അതോറിറ്റികളുടെ അഭിപ്രായം കിട്ടുമോ എന്നൊന്ന് ഞായറാഴ്ച വരെയെങ്കിലും നോക്കിയിരുന്നിട്ട് ടിക്കറ്റിന് കാശ് മുടക്കിയാൽ മതി. അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് പബ്ലിക് മീഡിയയിലൂടെ, സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ എമിറേറ്റ്സ് പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയട്ടെ, അതിനുശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ള മുൻകരുതൽ, മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം, അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിന് മറ്റുള്ള എമിറേറ്റുകളിൽ നിന്ന് നാളെ മുതലുള്ള നിയമത്തിൽ കർശനമായ ചില കാര്യങ്ങൾ, പൊതുവെ നമുക്ക് ഇളവുകളെന്ന് തോന്നാമെങ്കിലും കർശനമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് വന്ന അറിയിപ്പിനെ തുടർന്ന്. ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത ആളുകൾ അബുദാബിയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ഒരു പിഴയുടെ കാര്യമുള്ളതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തിൽ പറയുന്നത്, പെട്ടുപോകാതിരിക്കാനാണ്. വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് അബുദാബിയിലേക്ക് പോകാം. 48 മണിക്കൂർ വാലിഡിറ്റിയുള്ള PCR ടെസ്റ്റ് എടുത്തിട്ട് പോകണം. അബുദാബിയിൽ ചെന്നിട്ട് 4-ാം ദിവസവും 8-ാം ദിവസവും അവിടെ തുടരുന്നെങ്കിൽ ഈ PCR വീണ്ടും എടുക്കണം. അതല്ല, ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ 24 മണിക്കൂർ വാലിഡിറ്റിയുള്ള DPI ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് എടുത്തിട്ട് പോകാം. 50 ദിർഹത്തിന്റെ ടെസ്റ്റ് എടുത്ത് പോകാം. അങ്ങനെയുള്ളവർ അവിടെ തങ്ങുന്നെങ്കിൽ 3-ാമത്തെയും 7-ാമത്തെയും ദിവസം PCR എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഓണം ആഘോഷിക്കാൻ കുടുംബ മിത്രാദികളുടെ മുന്നിലേക്ക് പോകുന്നവർ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. രണ്ടാമത്തെ തവണ തുടർച്ചയായിട്ട് DPI ടെസ്റ്റ് 50 ദിർഹത്തിന്റെ ടെസ്റ്റിൽ പോകാൻ പറ്റില്ല എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി വാക്സിൻ എടുത്ത ആളുകളാണെങ്കിൽ, ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്തവരാകട്ടെ, വാക്സിൻ എടുത്തവരാവട്ടെ, അവർക്കാണെങ്കിൽ ഈ ഒരു ഗ്രീൻ പാസ് സംവിധാനം എന്നുള്ളത് ആപ്പിൽ ഉണ്ടായിരിക്കണം. E എന്നുള്ളത് ആക്റ്റീവായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാർ കാണിച്ചിരിക്കണം അൽ ഹുസൻ ആപ്പിൽ. പിന്നെ ഈ E എന്നുള്ളത് ഐക്കണൊക്കെ ആക്റ്റീവായി കാണിക്കാൻ, സ്റ്റാർ ഐക്കൺ വരാനൊക്കെ വേണ്ടി ഒരു PCR എടുത്താൽ 7 ദിവസമാണ് അതിൻ്റെ കാലാവധി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അബുദാബിക്കകത്ത് കടന്നാൽ പിന്നെ വേറെ ടെസ്റ്റുകൾ വേണ്ടതില്ല വാക്സിൻ എടുത്തവർക്ക് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇളവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇനി നാളെ മുതൽ അബുദാബിയിലെ കാര്യമോ, ഒരു പൊതു ഇടങ്ങളിൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പ്രവേശിക്കണമെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ആളുകൾ സജീവമായിട്ട് ബൂസ്റ്റർ എടുക്കാൻ വരുന്നു, PCR എടുക്കാൻ വരുന്നു. തിരക്കാണ് അബുദാബിയിൽ. ഇത്തരം കാര്യങ്ങളിൽ നാളെ മുതൽ ഇങ്ങനെയൊരു സാഹചര്യം വരുന്നത് കൊണ്ട് ഗ്രീൻ നോക്കി നിൽക്കുകയാണ്. കൂട്ടത്തിൽ അടുത്ത ഗ്രീനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു
അല്പം ആശ്വാസം പകരുന്നൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഓഗസ്റ്റ് 19 ഇന്നും അൽഫർദാൻ എക്സ്ചേഞ്ച് 10,000 രൂപ സമ്മാനം നൽകാൻ തയ്യാറായി ദുബായ് വാർത്തയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറായി രണ്ടാം ദിവസവും മുന്നോട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കിട്ടി. ഇതാ ഇന്ന് 10,000 രൂപ ഡ്രാഫ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ത്യ ഫെസ്റ്റ് അൽഫർദാൻ എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 3 വരെയുണ്ട്. 73 ഔട്ട്ലെറ്റുകളിൽ എവിടെ പോയി കാശയക്കാൻ വേണ്ടി ചെന്നാലും ഒത്തിരി സമ്മാനങ്ങൾ, 260 ഗ്രാം സ്വർണം സമ്മാനമായി നേടാനുള്ള അവസരം ഇതൊക്കെയാണ്. മെഗാ സമ്മാനം 100 ഗ്രാമാണ്. ആഴ്ചയിൽ പല ആളുകൾക്ക് പവൻ സ്വർണം കിട്ടുന്ന സംവിധാനമാണ്. കൂട്ടത്തിൽ അതൊന്ന് ഈ കമന്റ് ബോക്സിൽ ഇടുക എന്ന് മാത്രം. അതായത് ദുബായ് വാർത്ത എന്ന് മെൻഷൻ ചെയ്തിട്ട് അൽഫർദാൻ എക്സ്ചേഞ്ച് ഇന്ത്യ ഫെസ്റ്റ് എന്നെഴുതി ഇപ്പോൾ തന്നെ കമന്റിലിടൂ. ഒരു 10,000 രൂപ നാളത്തേക്ക് ആയിക്കോട്ടെ എന്ന് കരുതൂ. ICA അപ്രൂവൽ വിസ വാലിഡ് അല്ലാത്തവർക്കും, അതായത് എക്സ്പയറി ആയവർക്കും നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗ്രീൻ ആകുന്നുണ്ട്, ഗ്രീൻ ടെക്ക് കിട്ടുന്നുണ്ട്, QR കോഡും കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഷഫീർ പുതിയ തെരു, അദ്ദേഹത്തിന്റെ അനുഭവം കൂടി ഇതിനകത്തുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വിസ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എക്സ്പയർ ആയതാണ്. ഒരു പേര് മാറിപ്പോയി, ഷാനി തയ്യൽ എന്ന് പറയുന്ന പ്രേക്ഷകർ എഴുതിയിരിക്കുന്നതാണ് ഇൻബോക്സിലേക്ക്. ജൂൺ 19 വിസ എക്സ്പയറി ആയി. ICA നോക്കിയപ്പോൾ അത് വാലിഡ് ആണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ICA അപ്ലൈ ചെയ്തു. അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പോൾ QR കോഡ് കിട്ടി, ഗ്രീൻ കിട്ടി. ഇദ്ദേഹത്തിന് ഷാർജയിൽ വന്നിറങ്ങാൻ പറ്റുമോ? ഇമെയിലിൽ QR കോഡ് കിട്ടി, വരാൻ പറ്റുമോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. ഇതുപോലെ സാഹചര്യം നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി അനുഭവസ്ഥരുടെ മറുപടികളിൽ നിന്നുള്ള മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഉത്തരമായി സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് QR കോഡും കിട്ടി, ഗ്രീനും കിട്ടി, സന്തോഷത്തോടു കൂടി UAE വരാമെന്ന് പറഞ്ഞ് ടിക്കറ്റും എടുത്ത് എയർപോർട്ടിൽ എത്തുമ്പോൾ വീണ്ടും അവിടെ വെച്ചൊരു ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ, ടെസ്റ്റ് PCR ഒന്നുമല്ല, ഇതേ ICA തന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഗ്രീൻ ആയിരിക്കുന്നത് റെഡായി മാറിയിരിക്കുന്നു പെട്ടെന്ന്. ഓഗസ്റ്റ് 5 ശേഷം കിട്ടിയതാണെന്ന് ഓർക്കണം. എന്നിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്ന് പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഒന്നുകൂടി ICA ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അറിയുന്നു റെഡായി മാറി. ഒരു കാരണവശാലും ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിന്ന് യാത്ര അനുവദിക്കില്ല. മാത്രമല്ല ആ റെഡിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, നിർഭാഗ്യവശാൽ നിങ്ങളുടെ യാത്ര പുനഃക്രമീകരിക്കണം 60 ദിവസത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഓട്ടോമാറ്റിക്കായി വന്നു കിടക്കുകയാണ്. ടിക്കറ്റിന്റെ കാശ് പോയോ? പിന്നീട് കിട്ടുമെങ്കിലും തൽക്കാലം പോയോ? അപ്പോൾ ഇതൊക്കെ QR കോഡ് കിട്ടി, ഗ്രീൻ കിട്ടി എന്ന് പറഞ്ഞിട്ടും വിസ എക്സ്പയറി ആയി പോയ ആളുകൾക്ക് ഇത് ബാധകമാകാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഓർമ്മിപ്പിച്ചതാണ്. നിയമമാണോ? അല്ല, ഇതൊരു പ്രാക്ടീസാണ്. ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ചില ആളുകൾ വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് കിട്ടിയവർക്ക് മാറിയിട്ടുണ്ട്, വരാൻ പറ്റിയിട്ടില്ല, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭമുണ്ട്. ഷാനി ചോദിച്ചതിന്റെ മറുപടിയാണ്. മറ്റുള്ളവരുടെ അനുഭവം കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട്. എപ്പോഴും പറയും, എയർ ഇന്ത്യ അടക്കം പറഞ്ഞു, നിങ്ങൾക്ക് ICA ഉണ്ടോ? ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട, 48 മണിക്കൂർ PCR എടുത്ത് 4 മണിക്കൂർ റാപ്പിഡ് PCR എടുത്ത് കടന്നു വരൂ എന്ന് പറഞ്ഞതാണ്. അതിനിടയിലെ പ്രായോഗികമായ ആശയക്കുഴപ്പത്തിന്റെ വിഷയമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ സിസ്റ്റത്തിൽ കാണിച്ച QR കോഡും ഗ്രീൻ മാറി പെട്ടെന്ന് റെഡ് ആവാനുള്ള സാധ്യത മനസ്സിൽ കാണണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ചോദിക്കും, ഞങ്ങൾ വരണ്ടേ? ഇതിനൊക്കെ ഒരു തീരുമാനം NCMA എന്ന അതോറിറ്റി ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നതുവരെ സ്വന്തം പേരിൽ റിസ്ക് എടുക്കണം, അത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നതാണ്. അല്പം കൂടി കാത്തിരിക്കണം എന്നതാണ്. ഒരുപക്ഷെ ഞായറാഴ്ചയൊക്കെ ഔപചാരികമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പല ഇൻഡസ്ട്രികളുടെയും വിദഗ്ധർ നൽകുന്ന സൂചന. നമുക്കങ്ങനെ കാത്തിരിക്കാം. ഓഗസ്റ്റ് 15 ഷഫീർ പുതിയ തെരു നേരത്തെ സൂചിപ്പിച്ചയാൾ വന്നിറങ്ങി എന്നാണ് ഞങ്ങളുടെ ഇൻബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഷാർജയിൽ അദ്ദേഹം ഒരു ആശയക്കുഴപ്പത്തിലാണ്.
7 ദിവസം കഴിയണോ 10 ദിവസം കഴിയണോ പലരും പലതും പറയുന്നു. എന്നാൽ ഓഗസ്റ്റ് 15 വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച്, 15 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വാക്സിൻ എടുത്ത ആളാണോ 7 ദിവസമാണ് ക്വാറന്റൈൻ അബുദാബി വിധിച്ചിരിക്കുന്നത്. വാക്സിൻ എടുക്കാത്ത ആളാണോ വന്നിറങ്ങിയെങ്കിൽ 10 ദിവസത്തെ ക്വാറന്റൈൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിറങ്ങിയ ആൾ വാക്സിൻ എടുത്തതാണോ എടുക്കാത്തതാണോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഒരുപക്ഷെ UAE-യിൽ നിന്ന് വാക്സിൻ എടുത്ത് പോയ, നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആളെയാണ് ഇങ്ങനെ ഉദ്ദേശിച്ചതെങ്കിലോ വാക്സിൻ എടുത്തതെന്ന് പറഞ്ഞിട്ട്, നാട്ടിൽ നിന്ന് കോവിഷീൽഡ് എടുത്തയാളെ വാക്സിൻ എടുക്കാത്തത് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലോ അവിടെയും വീണ്ടും വീണ്ടും ആശയക്കുഴപ്പങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ വീണ്ടും ഉണ്ടാകാം. അതുകൊണ്ട് ഏതായാലും പുതിയ നിയമം അനുസരിച്ച് 7 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞാൽ 22-ാം തീയതി കഴിഞ്ഞ് PCR എടുത്തിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ് അറിവ് എന്ന കാര്യം അറിയിക്കുന്നു. അതിനിടയിൽ പോയ ആളുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ബാക്കി ദിവസങ്ങൾക്ക് വിധേയമാകാൻ സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കും. അതല്ലെങ്കിൽ അബുദാബിയിൽ റെന്റൽ കോൺട്രാക്ട് ഉണ്ടോ പേരിൽ, അങ്ങനെയാണെങ്കിൽ ഹോം ക്വാറന്റൈൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ അതിർത്തിയിൽ വാച്ചും കെട്ടി അയക്കുന്നു, ബ്രേസ്ലെറ്റ് കെട്ടി അയക്കുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഷഫീർ പുതിയ തെരു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അരുൺ അശോക്, ആഷിഖ് ബിൻ റഷീദ്, ഷാഫി മാടശ്ശേരി, ഇതുപോലെ ഒരു 100 പേരുകൾ വിസിറ്റ് വിസ അപ്ഡേറ്റ് ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് കിട്ടാതെ എങ്ങനെ പറയാൻ? ഏതായാലും കിട്ടിയിരിക്കുന്ന വിദൂര സൂചനകൾ എന്താണെങ്കിലും ആദ്യത്തെ ആഴ്ചയിൽ അതിൻ്റെ ശുഭകരമായ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുന്ന, പലയിടത്തുനിന്നും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഊഹിച്ചങ്ങനെ പറയേണ്ടതില്ല, വന്നിട്ട് പറഞ്ഞാൽ മതി, വന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി, അങ്ങനെ കരുതുന്നവർ ഞങ്ങൾക്ക് കിട്ടിയ സൂചനകൾ ഇങ്ങനെയാണ്. ഒരു 10-12 ദിവസം കൂടി കാത്തിരിക്കൂ. അതുപോലെ തന്നെ ഒമാനും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സുപ്രീം കമ്മിറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ വന്നിറങ്ങുന്ന യാത്രക്കാർ വാക്സിൻ എടുത്തവരായിരിക്കണം. കടലാവട്ടെ, കരയാവട്ടെ, അതിർത്തി വഴി വരുന്നവരാവട്ടെ, വിമാനത്തിൽ വരുന്നവരാവട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒമാനിലെ പ്രവാസികൾക്കും ഒരു പുതിയ സൂചന, ശുഭപ്രതീക്ഷ വന്നിരിക്കുന്നു. ഒരുപക്ഷെ സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നേക്കും വീണ്ടും യാത്ര എന്നാണ്. നമുക്ക് നോക്കാം. റിജാസ് ഹുസൈൻ ചോദിക്കുന്നു, വിസ എക്സ്പയറി ആയവർ എങ്ങനെ ഷാർജയിൽ വന്നിറങ്ങും? ഇതാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതിൽ അതുണ്ട്. നബിൽ യൂസഫ് പറഞ്ഞിരിക്കുന്നു, ICA അപ്രൂവൽ കിട്ടുന്നേയില്ല, എന്ത് ചെയ്യണം? എന്തു ചെയ്യാൻ? നമ്മൾ വീണ്ടും കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ തൽക്കാലം നിർവാഹമുള്ളൂ. അതേസമയം GDRFA പറയുന്നു, ഞങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് അയക്കാമെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇമെയിൽ ID പറഞ്ഞതാണ്, EPD1@dnrd.ae, അതിലേക്ക് അയക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞതാണ്. എൻട്രി പെർമിറ്റ് പുതിയ ആളുകൾക്ക് വരാമോ? ജൂബി ജസ്ബിൻ ചോദിക്കുന്നു. അതിന്റെ മറുപടി ആദ്യമേ തന്നെ പറഞ്ഞു. ഇന്നിപ്പോൾ എമിറേറ്റ്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്നലെ പറഞ്ഞതിൽ നിന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ്. വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഏതായാലും എയർ ഇന്ത്യ അടക്കമുള്ള വിവിധ വിമാന കമ്പനികൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആക്റ്റീവ് അപ്രൂവൽ ഉണ്ടോ, കയറി വരാമെന്നാണ്. അവർ കൊണ്ടുവരുമെങ്കിൽ ഇവിടെ ഇറക്കി വിടുമെന്നുള്ളതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടത്, ഓഗസ്റ്റ് 5 മുതൽ കണ്ടത്. ഇതാ വേറൊരു മാറ്റം കൂടി. എത്തിഹാദ് എയർവേസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളൊക്കെ വളരെ ആവേശത്തിൽ പറഞ്ഞു, UK വിസയുള്ളവർ, യൂറോപ്യൻ യൂണിയൻ വിസയുള്ളവർ, അമേരിക്കയുടെ വിസയുള്ളവർ, ഇവർക്കൊക്കെ അബുദാബിയിൽ വിസ ഓൺ അറൈവൽ സംവിധാനത്തിൽ വന്നിറങ്ങാം ഇന്ത്യക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എത്തിഹാദ് അതിന്റെ ഭേദഗതി പറയുന്നു. അവർ വരുന്നത് ഗ്രീൻ ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയിരിക്കണം എന്ന് വെച്ചാൽ ഈ UK വിസയുള്ളയാൾ, യൂറോപ്യൻ യൂണിയൻ വിസയുള്ളയാൾ, US വിസയുള്ളയാൾ ഇന്ത്യയിൽ നിന്ന് വന്നാൽ അബുദാബിയിൽ വിസ ഓൺ അറൈവൽ ഇറക്കില്ല എന്നാണ് ഈ പറയുന്നത്. ഇന്നലെ പറഞ്ഞത് വന്നിറങ്ങാം ഇന്ത്യക്കാർക്കെന്ന്, ഇന്ന് പറയുന്നത് ഗ്രീൻ കൺട്രിയിൽ നിന്നാണെങ്കിൽ വന്നിറങ്ങാമെന്നാണ്. ഇന്ത്യ റെഡ് കൺട്രിയിലാണ് ഇപ്പോൾ. അപ്പോഴെങ്ങനെ ഇറങ്ങും? അപ്പോൾ പറ്റില്ല എന്ന് ചുരുക്കം. ഇന്ത്യക്കാർക്ക് എന്ന് അതിൽ പറഞ്ഞതിനെ മാറ്റണം. ഈ പറയുന്നത് പുതിയ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇന്ത്യക്കാരൻ പോയിട്ട് ഏതെങ്കിലും ഗ്രീൻ കൺട്രിയിൽ പോയി താമസിച്ചിട്ട് വന്നാൽ ഇറക്കാം എന്ന് മാറ്റി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. ഇങ്ങനെ കാര്യങ്ങളിൽ അല്പസ്വല്പം മാറ്റങ്ങൾ അപ്പോഴും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അബുദാബി പറയുന്ന മറ്റൊരു കാര്യം, ഇവിടെ കഴിയുന്ന വിസ എക്സ്പയറി ആയി പോയിട്ടുള്ള, അബുദാബിയിലെ വിസ എക്സ്പയറി ആയി പോയിട്ടുള്ള, റെസിഡന്റ് വിസ ആയി പോയിട്ടുള്ള, എക്സ്പയറി ആയി പോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് എക്സ്പയറി ആയി പോയിട്ടുള്ള ആളുകൾ,
ഇവരൊക്കെ എന്തു ചെയ്യണം? പിഴ വരാതിരിക്കാൻ വേണ്ടി ലോങ് ടേം വിസിറ്റ് വിസ എടുക്കുക എന്നാണ്. എന്ന് വെച്ചാൽ 3 മാസത്തേക്കുള്ള ഒരു ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസ എടുക്കുക എന്നാണ് ഉപദേശിക്കുന്നത് ബന്ധപ്പെട്ട വൃത്തങ്ങൾ. 3-4 ദിവസം കൊണ്ട് വിസ കിട്ടും, പരമാവധി അത്രയേ വേണ്ടി വരുള്ളൂ. പക്ഷെ ഫൈൻ ഒഴിവാക്കാമല്ലോ, എടുക്കണം എന്ന് പറയുകയാണ്. ഇൻഡിഗോ വിമാന കമ്പനിക്ക് ഏതായാലും ഒരാഴ്ചത്തെ വിലക്കിൽ നിന്ന് ശാപമോക്ഷം കൊടുത്തു UAE. ഈ 17 മുതൽ 24 വരെ ഇങ്ങോട്ട് വരേണ്ടതില്ല, PCR ഒന്നും എടുക്കാത്ത ആളുകളെ കൊണ്ടുവന്നതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് വിലക്കി നിർത്തിയിരുന്നതിനെ നാളെ മുതൽ വീണ്ടും ഓടിക്കോളൂ എന്ന് സന്ധി സംഭാഷണങ്ങൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ റിപ്പോർട്ടായി വരികയാണ്. ദുബായ് വാർത്തയും ഒന്ന് നൽകിയിരുന്നു, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, ഓർമ്മിപ്പിക്കുകയാണ്. UAE പറയുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശികളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ UAE സഹായം തുടരും. ആ വിഷയത്തിൽ മാത്രമല്ല, അഫ്ഗാനിസ്ഥാന് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്, അത് തുടരുക തന്നെ ചെയ്യും. ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചുള്ള സമാധാനപൂർണമായ ഒരു ഭരണതലം ഉണ്ടായി വരാൻ വേണ്ടിയുള്ള കാര്യത്തിൽ UAE നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. UK പോകുന്ന, അമേരിക്കയിലേക്ക് പോകുന്ന നിരവധി പേരെ ഇടത്താവളമാക്കി ദുബായിലൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്ത്, ആഹാരം കൊടുത്ത്, അവർക്ക് വേണ്ടതെല്ലാം നല്ല വാക്കും പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് അയക്കുന്നു. അമേരിക്ക 7000 പേരെ കൊണ്ടുപോയി 1600 ബ്രിട്ടീഷുകാരെ ദുബായ് വഴി കൊണ്ടുപോകുന്നു. ഇനിയും ആളുകൾ, ബ്രിട്ടീഷുകാർ അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്യുന്നു. പുതിയ സാഹചര്യത്തിൽ അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു. താലിബാൻകാരും നേരത്തെ ഉണ്ടായിരുന്ന അഫ്ഗാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പോരാട്ടം തെരുവുകളിൽ ശക്തമായി, രൂക്ഷമായി മുന്നോട്ട് പോവുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ്. അബുദാബിയിൽ ഡൊമസ്റ്റിക് വർക്കേഴ്സിനും സെൽഫ് സ്പോൺസേഡ് ആളുകൾക്കും ഡിപ്പെൻഡന്റ് വിസയുള്ള ആളുകൾക്കും രക്ഷകർത്താക്കളെ വിസയിൽ കൊണ്ടുവന്നവർക്കും എക്സ്പയറി ആയി പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഫീ കൊടുക്കാതെ ഒക്ടോബർ 23 വരെ പുതുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം പോകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി അൽഫർദാൻ എക്സ്ചേഞ്ചിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. 10,000 രൂപ ഡ്രാഫ്റ്റ് നാളെ സമ്മാനമായി കിട്ടാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ ഈ കമന്റ് ബോക്സിലേക്ക് ഇപ്പോൾ തന്നെ മറുപടി അയക്കൂ. അൽഫർദാൻ എക്സ്ചേഞ്ച് ഇന്ത്യ ഫെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുവൈറ്റിലേക്കും ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ യാത്ര നേരിട്ട് അനുവദിക്കുന്നു ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാക്സിൻ എടുത്തവർക്ക് അങ്ങനെ ഒരുപാട് ഉപാധികളുണ്ട്, വന്നിട്ട് ക്വാറന്റൈൻ ഉണ്ടായിരിക്കും, പല പല കാര്യങ്ങൾ. എങ്കിലും ഒരു അനക്കം ഉണ്ടായല്ലോ, നേരിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞതിൽ സന്തോഷം. UAE കേസുകൾ കുറഞ്ഞു തന്നെ വരികയാണ്. 1077 3 മരണം, 1611 പേർക്ക് രോഗമോചനമുണ്ടായി. ഇപ്പോൾ 18,100 ആളുകളാണ് ആക്റ്റീവായി കഴിയുന്നത്. 20,000 മുകളിലായിരുന്നത് ഗണ്യമായിട്ട് താഴ്ന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ 16.15% TPR. 21,100-ലധികം ആളുകൾക്ക് രോഗബാധ, 200ഓളം ആളുകൾ ഇന്ന് മരിക്കുകയും ചെയ്തു. 197 മരണമാണ് ഇന്ന് മാത്രം, ഈ ഓഗസ്റ്റ് 19 മാത്രം രേഖപ്പെടുത്തിയത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും മലബാർ മഖാൻ റെസ്റ്റോറന്റിനെ കുറിച്ച് പറഞ്ഞു. മറ്റന്നാൾ തിരുവോണമാണ്, നാളെ ഉത്രാടപ്പാച്ചിലാണ്. ഈ സമയത്ത് നാളെയും മറ്റന്നാളും പിന്നെ ഞായറാഴ്ചയും അവിട്ടത്തിലും ഈ 3 ദിവസം വിപുലമായ 30 ഇനങ്ങളോട് കൂടിയുള്ള 30 ദിർഹത്തിന്റെ ഓണസദ്യ കിസൈസിലെ ഡമാസ്കസ് സ്ട്രീറ്റിലുള്ള മലബാർ മഖാൻ ഒരുക്കുകയാണ്. സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ഓർഡർ കൊടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് തരാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ചെയ്യാവുന്ന നമ്പറൊക്കെ ഈ സ്ക്രീനിൽ പലവട്ടം ഞങ്ങൾ പറഞ്ഞതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ടേക്ക് അവേ ഉണ്ടാവും, പോയിരുന്ന് കഴിക്കാം. അതുപോലെ ഡെലിവറി കൊണ്ടുതരുന്ന സംവിധാനവും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ഉത്രാടം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഈ ഉത്രാടവും തിരുവോണവും കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് വാസത്തിന്റെ പുനഃപ്രവേശനത്തിന്റെ സമ്പൂർണ്ണ ഓണാഘോഷ രൂപത്തിലേക്ക് ഒന്നിച്ചു ചേരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന വ്യക്തമായ പ്രതീക്ഷയിൽ, സൂചനയിൽ ഈ ഓഗസ്റ്റ് 19 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് അവസാനിപ്പിക്കുന്നു. നന്ദി.